ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും തലേന്ന് രാത്രി ചിന്തയായിരിക്കുമല്ലേ, പിറ്റേന്ന് കാപ്പിക്ക് എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് ചോറിന് കറി എന്തുണ്ടാക്കും എന്നൊക്കെ അല്ലേ. അപ്പോൾ ഞാനും അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ദോശയുടെ ഇഡലിയുടെ ഒക്കെ മാവിരിപ്പുണ്ട്. പക്ഷേ മെനഞ്ഞാന്ന് ദോശ ഇന്നലെ ഇഡലിയേക്കേണ്ടത് പോവില്ല. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇടിയപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇടിയപ്പത്തിനുള്ളത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇഡലി തട്ട് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തട്ട് ഞാൻ നന്നായിട്ട് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അടുത്ത തട്ടും വെച്ചിട്ടുണ്ട്, വേവിക്കാനായിട്ട് വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ മുട്ടക്കറി അത് കഴിഞ്ഞ് തക്കാളി ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇടിയപ്പവും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 ഇടിയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു മുട്ടക്കറിയുടെ, നല്ല കുറുകുറ ഉള്ള നല്ല സ്പെഷ്യൽ ഒരു മുട്ടക്കറിയുടെ. അപ്പോൾ അത് ഇടിയപ്പത്തിൻ്റെ കൂടെ സൂപ്പറാണ് കേട്ടോ. പക്ഷേ എനിക്കിന്ന് സമയമില്ല, അത് ഇച്ചിരി സമയം വേണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വന്ന് അരച്ചെടുക്കുകയൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ ഇന്നത് ഉണ്ടാക്കാഞ്ഞത്. പക്ഷേ ഇടിയപ്പത്തിൻ്റെ കൂടെ അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും